ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ ഇന്ന് ലേറ്റായിട്ടാണ് എണീച്ചത്. അപ്പോൾ ഒത്തിരി വൈകിയായിരുന്നു, 8-8:30 മണിയായിട്ടാണ്. കാരണം ഇന്ന് മദ്രസയില്ല, പിന്നെ എൻ്റെ നഴ്സറിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയല്ല. എന്തായാലും ഇന്ന് എനിക്ക് നഴ്സറിയിൽ പോകാൻ വേണം. ഇന്ന് റിപ്പബ്ലിക് ഡേ അല്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചെല്ലാൻ പറഞ്ഞേക്കണേടാ. ഞാൻ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും പറഞ്ഞിട്ടാ ദിവസേന വരണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇതേ ലേറ്റ് ആയപ്പോൾ എന്തായാലും ഞാൻ പിന്നെ നാസ്തയ്ക്ക് ഇരിപ്പുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ അത് ലേറ്റായിട്ട് എണീച്ചത്. കാരണം പുട്ടിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, ഒന്ന് ആവി കയറ്റിയാൽ മതി. കറിയൊക്കെ പയറൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇഷലിന് മൈദ ഉണ്ട്, അപ്പോൾ അതൊന്ന് കലക്കി ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേ കണ്ടില്ല, പയറൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അലക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും 10-10:30 ആകുമ്പോഴാണ് അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ കൗൺസിലറാണ് ചെയ്യണത്. അപ്പോൾ എൻ്റെ അടുത്ത് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആവി കയറ്റി മോൾക്കുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതേ ഞാനെല്ലാം ചെയ്തിട്ട് ഞാൻ അംഗൻവാടിയിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഇതേ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൗൺസിലർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ടീച്ചേഴ്സ്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ എന്തോ പോലെ, കാരണം ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ആഘോഷം. ഞാൻ മാത്രം പുറത്തായി പോയല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷേ അവരെന്നെ ചേർത്ത് പിടിച്ചിട്ട്, അവരെല്ലാവരും എന്നെ ചേർത്ത് പിടിച്ച് പിന്നെ അതേ സങ്കടങ്ങൾ പോട്ടെ, നിനക്കിനി വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടല്ലോ, ഇനി കിട്ടുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതേ മനാഫ്ക ആദ്യം തന്നെ നമ്മുടെ കൗൺസിലറാണ് കേട്ടോ ഇവിടുത്തെ. ആദ്യം അത് റിപ്പബ്ലിക് ഡേനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണേണ്. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഫ്ലാഗ് ഓഫ് ചെയ്യണത്. ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഞാൻ ആരെ ഫേസ് ഒന്നും എടുക്കാണ്ടൊക്കെ നോക്കി. ചിലർക്ക് ഇങ്ങനെ ഫേസൊക്കെ മുഖം കാണിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, പക്ഷെ എന്നാലും ചിലർക്ക് ഇങ്ങനെ മുഖം പെടും ഉള്ളിലേക്കൊക്കെ. അപ്പോൾ കൊടി നമ്മൾ കൊടി ഉയർത്താൻ വേണ്ടി പോകണം റിപ്പബ്ലിക് ഡേയിൽ. അപ്പോൾ ഞാനിന്ന് ആരും വൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേക്കാണ് എല്ലാവരും നമ്മൾ വൈറ്റൊക്കെ ഇട്ട് വന്നത്. ഇന്ന് ഇതിൽ റിപ്പബ്ലിക് ഡേക്ക് ആരും വൈറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കൊടി പതുക്കെ ഉയർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ ഇതായി. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടി ഉയർത്തി. അപ്പോൾ ആ ഒരു ചടങ്ങോടെ കഴിഞ്ഞ് പിന്നെ കൗൺസിലറിൻ്റെ വക മിഠായൊക്കെ ഉണ്ടായിട്ടാണ്. നമുക്ക് മിഠായി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോവാലാന്ന് വിചാരിച്ച്. അപ്പോൾ ഇതായിട്ട് എനിക്ക് തന്ന മിഠായി. അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ പോയി തുടങ്ങണേണ് മിഠായി കിട്ടിയതിന് ശേഷം. അപ്പോൾ ഞാനും കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോകണുണ്ട്. കാരണം വീട്ടിൽ ഞാൻ പകുതിക്ക് പണിയിട്ടിട്ടാണല്ലോ പോയത്. അലക്കാനൊക്കെ ഉണ്ട്, പകുതിക്ക് ഇട്ടിട്ടാണ് പോയത്. പിന്നെ എൻ്റെ ട്യൂഷൻ പിള്ളേർ വരും ഇപ്പം. അപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് പോകണം. കാരണം ഇഷല് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ, വേഗം വാ ഉമ്മി ട്യൂഷൻ പിള്ളേർ വന്നെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ്. നമ്മുടെ ആട് പ്രസവിച്ചിട്ടാ. ഇത് പെൺകുട്ടിയാണ്. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇഷല് പേരിട്ട് കിങ്ങിണിന്ന് പേരിട്ട്. നമ്മുടെ ഇഷലാണ് എല്ലാവർക്കും പേരിടുന്ന ആൾ. അപ്പോൾ ഇവിടെ അല്ലുണ്ട്, പുലിക്കുട്ടിയുണ്ട്, ഉസ്മാൻകുട്ടനുണ്ട്, ഇനി കിങ്ങിണിയും കൂടെ ആയിട്ട്. ഇപ്പോൾ ഇത് പെണ്ണാണ്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ആടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾക്കാർ ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആൾക്കാർ പുതിയ ആളെ കണ്ടപ്പോൾ ഒരു കുത്തലുണ്ട് കേട്ടോ. ഈ ഉസ്മാൻകുട്ടനും പുലിക്കുട്ടനും അല്ലുമൊക്കെ കുഞ്ഞിനെ കണ്ടപ്പോൾ പുതിയ ആളാണല്ലോ, പുതിയ ആളെ കണ്ടപ്പോൾ ഒരു കുത്തലുണ്ട്. അതിനതേ കണ്ടില്ലേ, പോയി കുത്താനാണ് പോണത്. കാരണം പുതിയ ആളാണല്ലോ, അവരിവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ ഒരാളാണ്. അപ്പോൾ ആ പരിചയമില്ലാത്ത ആളെ കാണുമ്പോൾ കുത്താനൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇഷൽ വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കൊഞ്ചിപ്പിക്കണ സീനൊക്കെയാണ് കേട്ടോ. അത് ഇഷലിന് ഭയങ്കര സന്തോഷമായി. ഇഷൽ അപ്പോൾ ഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കണേണ്. അപ്പോൾ ആൾ എടുക്കണ സീനുണ്ട് കേട്ടോ. കണ്ട ഇഷലിന് ഭയങ്കര ഇഷ്ടമാണ് ആട്, കോഴി, ഇതിനൊക്കെയുണ്ട് ഇഷലിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കിങ്ങിണി എന്ന് പറഞ്ഞിട്ടാണ് ആ വിളിക്കണ കാണുന്നത്. കണ്ട നല്ല ക്യൂട്ട് ഫേസായിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിന് മണിയൊക്കെ കെട്ടി കൊടുക്കണം. അപ്പോൾ തള്ളേണെങ്കിൽ ഭയങ്കര കരച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടാക്കുന്നു പറഞ്ഞിട്ട് അവൾ കൊണ്ടാക്കണേണ്. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കണ്ട അലക്കാനുള്ളതും ഇവിടെ ആയി, പകുതി ഇട്ടിട്ടാണല്ലോ ഞാൻ പോയത്, അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ ഉമ്മച്ചി ചെമ്മീൻ പുളി ഉപ്പിലിട്ടല്ല കേട്ടോ, ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കണേണ്. അപ്പോൾ ഇതെനിക്ക് നഴ്സറിയിലെ അംഗൻവാടിയിലെ ടീച്ചർ തന്നതാണ് ചെമ്മീൻ പുളി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ അരിഞ്ഞിട്ട് കല്ലുപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ട് ഒന്ന് മുറത്തിലിട്ട് ഉണക്കാൻ വിചാരിച്ച്. കാരണം ഇവിടെ നിലത്തിട്ട് ഉണക്കാൻ പറ്റൂല, കാരണം ആടുകളുള്ളതുകൊണ്ടേ രോമമൊക്കെ ഇങ്ങനെ പാറിപ്പോകാൻ സാധ്യത ഉണ്ടാകും നിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലും ഷീറ്റൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മുറത്തിലിടാൻ വിചാരിച്ച്. അപ്പോൾ ഇനി അതിൻ്റെ വെള്ളം ഒന്ന് ഇതാക്കിയെടുക്കണം. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റേ ചാളയിലൊക്കെ ഇട്ടാലില്ല, അടിപൊളി ടേസ്റ്റാണ്. നല്ല പച്ചച്ചാള ചെമ്മീൻ പുളി ഇട്ട് വെക്കണം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു കറി. മുളിയാറ് വെച്ചാൽ അതെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഞാൻ അതേ ഇവിടെ ഉപ്പൊക്കെ ഊറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ ഊറ്റുപാത്രം എടുത്ത് അപ്പോൾ ഞാൻ അതേ അതിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളം പോയിട്ട് നമുക്കൊന്ന് മുറത്തിലിട്ടിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, അധികം ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല, ഞാനിങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് അംഗൻവാടി പോകണ്ടല്ലോ, പിന്നെ എനിക്ക് ടൈമുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ ഈ നല്ല നല്ല വീഡിയോസൊക്കെ വന്നേന്. അപ്പോൾ ഇതേ ചോറും വേണ്ട, ചോറും ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കും ചോറും വേണ്ട. ഇന്നലെ അത് കുറച്ച് ബിരിയാണി ഇട്ടായിരുന്നു കല്യാണ വീട്ടിൽ നിന്ന്. അപ്പോൾ ആ ഒരു ചോറാണ് കേട്ടോ ഞാൻ ഇവിടെ ആവിയേറ്റാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇതെനിക്കും ഇഷലിനുള്ളതാണ്. അപ്പോൾ ഉമ്മാക്കും പാപ്പാക്കും വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷലിനും ഈ ഒരു ചോറ് മതി. അപ്പോൾ അതൊന്നും ആവിയേറ്റാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ ഒരാൾ വന്ന് കുരുത്തക്കേട് ഒപ്പിക്കണുണ്ട്. അവൾ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കണാണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോറൊക്കെ ആവിയേറ്റാൻ വേണ്ടി വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ഫ്രിഡ്ജിൽ നിന്നും വേറെ സാധനം എടുത്തുകൊണ്ട് തന്നെയുണ്ട്. കണ്ട ഡയറി മിൽക്ക് സിൽക്ക് അതെനിക്ക് അംഗൻവാടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു കുട്ടിയുടെ ഉമ്മ തന്നതാണ് കേട്ടോ. എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഡയറി മിൽക്ക് സിൽക്ക്, മറ്റേ ബദാമിൻ്റെയാണ്. അപ്പോൾ അത് തിന്നിറക്കുന്ന ആളെ ഇഷലാണ് കേട്ടോ, ഞാനല്ല. എനിക്കാകെ ഒരു ചെറിയൊരു കഷ്ണം തന്നിട്ടുള്ളൂ. ഇഷലാണ് അത് മൊത്തം തിന്നിർത്ത ആൾ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ ആൾ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കണേണ്, വേണ്ട തിന്നുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ഞാൻ അതേ മുറത്തിലൊക്കെ ഇട്ടിട്ടാണ്, മുറം ഉമ്മച്ചി ഇങ്ങനെ 4 ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി തന്ന്. എന്നിട്ട് മുറത്തിൽ ഇങ്ങനെ അയലുമ്പിലാണ് കേട്ടോ തൂക്കിയിട്ടേക്കണം. അപ്പോൾ നമ്മുടെ ആട് ഭയങ്കര കരച്ചിലാണ്. അതാണ് കേട്ടോ വോയിസ് ഓവറിൽ ആടിൻ്റെ കരച്ചിലേക്കണം, കുഞ്ഞിനെ കാണാണ്ടുള്ള കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം ഒരെണ്ണെടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ വേഗം തിന്നാൻ തോന്നും. ഇങ്ങനെ പുളി മാങ്ങ ഇങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ വേഗം തിന്നും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നമ്മുടെ ഒരാൾ ദാഹിച്ചിട്ട് വന്നിട്ടുണ്ട്, കറങ്ങി അടിച്ച് പുറത്തൊക്കെ കറങ്ങി അടിച്ച് ദാഹിച്ചിട്ട് ഇതേ ഓടിപ്പോണെയാണ് ആ കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒരാൾ അവളുടെ അമ്മേനെ തപ്പിയിട്ടാണ് നടക്കുന്നത്. എല്ലാവരും കൂടെ കണ്ടതിന് അപ്പോൾ അമ്മേനെ മിസ്സായിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ വരാട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെയൊക്കെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പ്ലീസ്.